ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എന്നർ ബ്ലോസ് കുമരത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കഴിച്ചുകൊണ്ടിടാൻ പോവുകയാണ്. നമ്മൾ തീറ്റയായിട്ട് ഇടുന്നത് മൈദയാണ്. നമ്മൾ പഴയ വീഡിയോകളൊക്കെ കണ്ടു കാണും. മൈദയായിട്ടാണ് നമ്മൾ കൂടുതൽ മീൻ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് മീൻ കിട്ടുമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ഉണ്ട് ഈ വീഡിയോയുടെ അവസാനം. അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാ സൗഹൃദങ്ങൾക്കും എന്നർ ബ്ലോസ് കുമരത്തിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചൂണ്ടിടാൻ പോവാണ്. ആദ്യത്തെ തീറ്റയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് പുല്ലിനാണ് ടാർഗറ്റ്. എന്ത് മീനുകൾ കിട്ടുമെന്ന് നോക്കാം. സാമാന്യ ഒരു അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു പുല്ലിനാട്ടോ. നല്ല ഒരു പുല്ല്. അങ്ങനെ ഒരു അടിപൊളി പുല്ലം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അത്ര ഇല്ല, നല്ല എന്നാലും ഒരു വെള്ളി കളർ, നല്ല രസമായിട്ടാണ് കാണാൻ. നല്ല അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്ത പുല്ലിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ ടാർഗറ്റ് ചെയ്ത സംഭവം കേട്ടോ. രാവിലെ ചൂണ്ടിട്ട് കിട്ടിയില്ലായിരുന്നു, ഇപ്പം കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ടാർഗറ്റ് ചെയ്ത സാധനം ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യും. കാരണം മീൻ ഒരെണ്ണേ ഉള്ളെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യും. കാരണം ഇതിൻ്റെ അവസാനം ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നപ്പോൾ മഴ പെയ്തു. അതിനുശേഷം വീഡിയോ നമ്മൾ എടുത്തില്ല. പിന്നെ കൂടുതൽ മീനുകളൊന്നും കിട്ടിയില്ലായിരുന്നു. കുറച്ച് മീനുകളൊക്കെ കിട്ടി, പക്ഷെ എന്നാൽ അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാഴ്ച, ഇന്നലെ പറഞ്ഞിരുന്ന ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ആ സർപ്രൈസ് ആണ് ഈ ഒരു ബക്കറ്റിലുള്ളത്. കാരണം 2 മാസം മുൻപ് മഴയും വെള്ളമൊക്കെ വന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗൗരാമി കിട്ടിയിരുന്നു. ചൂണ്ടയിട്ടപ്പോഴും വലയിട്ടപ്പോഴുമാണ്. അതെല്ലാം നമ്മൾ വ്ലോഗായിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ കാണണം. അപ്പോൾ അതിന് നമ്മൾ റിലീസ് ചെയ്യുവാണ്. നമ്മൾ വേറെ ചില ഫ്രിഡ്ജിനകത്ത് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അതിന് ആവശ്യമായ തീറ്റയൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുമായിരുന്നു. അതിന് ചെറിയ മുറിവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുറന്നു വിടാഞ്ഞത്. അതിന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ വലകളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അതിന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് ചത്തുപോകാനുള്ള കാരണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് അതിന് 2 മാസമായിട്ട് അതിന് ആവശ്യമുള്ള തീറ്റയെല്ലാം കൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ട് വരുമായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ ഇന്ന് റിലീസ് ചെയ്യാൻ പോവാണ്. അതാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ റിലീസ് കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നിർത്താം. നല്ല മനോഹരമായ ഓറഞ്ച് ഷെയ്ഡൊക്കെ ഉള്ള ഗൗരാമിയാണിത്. അപ്പോൾ നമ്മളിതിനെ റിലീസ് ചെയ്യുവാണ്. മീനച്ചിലാറിൻ്റെ കൈവഴിയായ തോടാണിത്. അപ്പോൾ നമ്മുടെ കടവിൽ നമ്മളതിനെ തിരിച്ച് വിടുകയാണ്, റിലീസ് ചെയ്യുവാണ്. നമുക്ക് ഒരുമിച്ച് തന്നെ റിലീസ് ചെയ്യാം.
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതിലും കിടിലൻ പവർ വീഡിയോസുമായി അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ നിതിൻ ദാസ്, NR Los Kumra. Bye.